ഒരു ജാപ്പനീസ് ടൈപ്പ് ഗാർഡനിൽ പോയാലോ? പക്ഷെ ജപ്പാനിലല്ല, ഓസ്ട്രേലിയയിൽ സിഡ്നിയിൽ ഓബേൺ ബൊട്ടാണിക് ഗാർഡൻ. അവിടെ ചെറി ബ്ലോസം ഫെസ്റ്റിവൽ നടക്കുമായിരുന്നു ഓഗസ്റ്റ് 16 to 24. അപ്പൊ ഞങ്ങളും ഓഗസ്റ്റ് 16 പോയത്. ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഒരു മയിലായിരുന്നു. അപ്പൊ എല്ലാവരും എന്റെ ഫോട്ടോസ് ഒക്കെ എടുത്തു. പിന്നെ എന്നാ നല്ല സൂപ്പർ കുഞ്ഞു കുഞ്ഞു പിങ്ക് കളർ ഫ്ലവേഴ്സ് ആയിരുന്നു. എവിടെ നോക്കിയാലും പിങ്ക് കളർ ഫ്ലവേഴ്സ് ആയിരുന്നു. പിന്നെ ഒരു റെഡ് ബ്രിഡ്ജും പിന്നെ നല്ല ഉരുളൻ കല്ലുകളും നല്ല പച്ച കളർ വെള്ളം, നല്ല സൂപ്പർ ലൊക്കേഷൻ ആയിരുന്നു. പിന്നെ എന്നാ ഒന്നും നോക്കിയില്ല, ഫോട്ടോസ്. എവിടെ നോക്കിയാലും നല്ല സൂപ്പർ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആയിരുന്നു. നല്ല രസമായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ടൈം അല്ലേ കാണുന്നത്. അപ്പോൾ അനയും ശിവതയെല്ലാം നല്ല എൻജോയ് ചെയ്തു. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു, അവളുമായിട്ടും പിക്സ് ഒക്കെ എടുത്തു. നല്ലൊരു ക്ലൈമറ്റും ആയിരുന്നു. അധികം തണുപ്പൊന്നുമില്ല. ഞങ്ങളെല്ലാം ഉച്ചയ്ക്ക് പോയതാണ്. വൈകിട്ട് വരെ അവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. പിന്നെ ചെറിയൊരു വാട്ടർഫോൾ പോലെ, അത് നല്ല രസമായിരുന്നു കാണാൻ. അങ്ങനെ നല്ല രസമായിരുന്നു. എവിടെ നോക്കിയാലും കുഞ്ഞു കുഞ്ഞു പിങ്ക് ഫ്ലവേഴ്സും ഒക്കെ ആയിട്ട് നല്ലൊരു ദിവസമായിരുന്നു. പിന്നെ ഒരു ജാപ്പനീസ് ടൈപ്പ് ഫെസ്റ്റിവൽ ആയതുകൊണ്ട് തന്നെ ജാപ്പനീസ് ഫുഡായിരുന്നു അവിടെ. അപ്പൊ ഞങ്ങൾ 2-3 ഫുഡൊക്കെ ട്രൈ ചെയ്തു. പിന്നെ എന്നെ ഐസ്ക്രീം ക്യാൻറ്റീന്ന് തന്നെ പറഞ്ഞു പോയി. അവിടെ നിന്ന് ഐസ്ക്രീം ക്യാൻറ്റീനൊക്കെ കിട്ടിയപ്പോൾ 1 മണിക്കൂർ അവൾ വെയിറ്റ് ചെയ്തു. അങ്ങനെ അത് കഴിക്കാനുള്ള തിരക്കിലാണ്. അതിനിടയ്ക്ക് ശിവതയും ഇങ്ങനെ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. നല്ലൊരു ലൊക്കേഷൻ ആയിരുന്നു. നമ്മൾ ഫാമിലി ആയിട്ട് പോയാൽ നമുക്ക് ഒരു 1 ഡേ ട്രിപ്പ് അങ്ങനെ എൻജോയ് ചെയ്യാം. ഈ ഒരു ദിവസമല്ലേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഒരുപാട് നേരം സ്പെൻഡ് ഒക്കെ ചെയ്തു. പിന്നെ പുറത്തും ചെറിയൊരു ഗാർഡൻ പോലെ ഉണ്ടായിരുന്നു. അവിടെ നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കുറച്ച് കിളികളെയൊക്കെ കണ്ടു. അതിൻ്റെ ഫോട്ടോസും എല്ലാം എടുത്ത് നല്ലൊരു ദിവസമായിരുന്നു. ഞാൻ എൻ്റെ ഷോർട്സ് ഒക്കെ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ശരി, ബൈ.